ഹായ് ഓൾ, എൻ്റെ പേര് ജിജി. ഞാൻ റീമ. ഈ വരുന്ന 14-ാം തീയതി നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയ ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ലോഞ്ചിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബാച്ചിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ബാച്ചിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് മിസ് കൊടുക്കുന്നത്? അതായത് നമ്മുടെ സാധാരണ ഒബ്ജക്റ്റീവ് ബാച്ചും ഈ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ക്രിപ്റ്റീവ് ഉള്ളി ബാച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ്, സപ്പോസ് നിങ്ങൾക്ക് റൈറ്റിംഗ് കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അത് മാത്രമല്ല ഇൻഡിവിജ്വൽ കറക്ഷനും ഉണ്ട്. അതായത് ഒരാളുടെ 5 പ്രൈസി 5 എസ്സേസ് അങ്ങനെ ടോട്ടലി 10 സാമ്പിൾസ് ആണ് നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അതാണ് സാധാരണ ഒരു ബാച്ചുമായിട്ട് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സപ്പോസ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് മാത്രം എടുത്താൽ മതിയോ? അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് കവർ ചെയ്യില്ലേ? ഓഫ് കോഴ്സ് ഒബ്ജക്റ്റീവിനകത്ത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കവർ ചെയ്യും. പക്ഷേ അതിനകത്ത് ഇൻഡിവിജ്വൽ കറക്ഷൻ ഇല്ല. അവിടെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കറക്ഷൻ ഉണ്ട് ഈ ഒരു ബാച്ചിന്. അപ്പോൾ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സാം ഡേറ്റ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്കിതൊരു 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ബാച്ച് തന്നെ പർച്ചേസ് ചെയ്യുക. ഇത് തന്നെ നമുക്ക് മാക്സിമം, നമ്മൾ ഒരുപാട് സീറ്റ്സ് ഒന്നുമില്ല, കുറച്ച് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇനി അത് മാത്രമല്ല മിസ്സേ, നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ബുക്കും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ സപ്പോസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടോപ്പിക്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഫാക്കൽറ്റി കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുള്ളി റൺ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഒരു 2-3 ദിവസത്തോടെ കഴിയുമ്പം ആ ബാച്ച് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇനിയുള്ള ചാൻസ് നിങ്ങൾക്കാണ്. മാക്സിമം ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക.